വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ നിന്നെ ഒരു ദേവിയായിട്ട് സങ്കല്പിച്ച് പൂജാപുഷ്പമായിട്ട് പുറകെ നടക്കുന്ന വിഷ്ണുവിനെ ഇനിയെങ്കിലും അകറ്റി നിർത്തരുത് എന്നൊക്കെ പറഞ്ഞ് കുറേ ഉപദേശങ്ങളൊക്കെ കൊടുത്ത ശേഷം ശാലിനിയുടെ അടുത്ത് നിന്നും തേജസ്വിനി പോവുകയാണ്. അതിനുശേഷം അനുപല്ലവി വന്ന് ഇനി എന്ത് പ്രോഗ്രാമും ചോദിക്കുമ്പോൾ വിഷ്വലായിട്ടൊന്നുമില്ലല്ലോ, അപ്പോൾ ഇനി വീട്ടിലേക്ക് പോവാം, ആകെ ടയേർഡായി എന്നിങ്ങനെ ശാലിനി അനുപല്ലവിയോട് പറയുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് വിഷ്ണു ആണെങ്കിൽ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോവുകയാണ്. അതേസമയം കമലിനാണെങ്കിൽ കുടിച്ച് ബോധമില്ലാതെ വഴിയിലങ്ങ് കിടന്ന് അലമ്പുണ്ടാക്കുകയാണ്. കാലങ്ങോട്ട് ഉറക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വണ്ടിക്കൊക്കെ കൈ കാണിക്കുകയാണ്, ലിഫ്റ്റൊക്കെ ചോദിച്ച്. തുടർന്നാണ് വിഷ്ണു അതുവഴി വരുമ്പോൾ വിഷ്ണുവിൻ്റെ വണ്ടിക്ക് കൈ കാണിക്കുന്നുണ്ട്. അന്നേരം ആശാനോ എനിക്ക് ലിഫ്റ്റ് വേണമെന്നൊക്കെ പറയുകയാണ്. തുടർന്ന് കമലിൻ്റെ രീതിയെ കണ്ടിട്ട് വിഷ്ണുവിന് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. നന്നായിട്ട് കയറ്റിയിട്ടുണ്ടല്ലേ എന്നൊക്കെ വിഷ്ണു ചോദിക്കുന്നുണ്ട്. അതിനുശേഷം വിഷ്ണുവിൻ്റെ വണ്ടിയിലേക്ക് കമലിനെ കയറ്റുകയാണ്. അന്നേരവും കമലിനാണെങ്കിൽ വണ്ടിയിൽ നിന്ന് അങ്ങോട്ട് അടങ്ങിയിരിക്കുന്നില്ല. വഴി പോണവരെ കൈയെടുത്ത് കാണിക്കുകയും ബഹളം ഉണ്ടാക്കുകയും കൂവുകയും വിളിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. തുടർന്ന് നിനക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ജനവാസമുള്ള എവിടെയെങ്കിലും നിർത്തിയാൽ മതി എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് കുറച്ച് ദൂരം വണ്ടി ഓടിച്ച ശേഷം വിഷ്ണു ഒരു സ്ഥലത്തേക്ക് വണ്ടി നിർത്തുകയാണ്. അന്നേരം എണ്ണ തീർന്ന ആശാനം ചോദിക്കുമ്പോൾ അതൊന്നും അല്ല, ഒരു പ്രശ്നമുണ്ട്, ഇറങ്ങെന്ന് പറയുകയാണ്. തുടർന്ന് കമലിനെ അങ്ങ് വിഷ്ണു ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. ആ പപ്പീരുടെ അടുത്ത് സത്യം ചെയ്ത് കൊടുത്താലേ നീ കുടിക്കില്ല എന്ന്, പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതൊക്കെ ചോദിക്കുകയാണ്. അന്നേരം കുട്ടികളോട് അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും, നമ്മളെ വിഷമങ്ങൾ മാറണമെങ്കിൽ അതൊക്കെ പറ്റുകയുള്ളൂ. ഇപ്പോൾ ആശാനിപ്പോൾ ഏട്ടത്തിയമ്മയെ കാണാത്ത വിഷമമില്ലേ, ബാ നമുക്ക് നേരെ ബാറിലേക്ക് പോകാം, രണ്ടെണ്ണം അടിച്ചാൽ എല്ലാം അങ്ങ് മറക്കും എന്നൊക്കെ പറയുകയാണ്. അന്നേരം അവൾക്ക് പപ്പിക്ക് വാക്ക് കൊടുത്തതിന് ശേഷം ഞാനിത് തൊടില്ല, ഇനി എനിക്ക് കുടിക്കേണ്ട ആവശ്യമില്ല, നിൻ്റെ ഏട്ടത്തിയമ്മയെ എൻ്റെ ശാലിനിയെ ഞാൻ കണ്ടെത്തി എന്ന് പറയുകയാണ്. അന്നേരം കമലിനാണെങ്കിൽ നന്നായിട്ടൊരു കുടിയനെ പോലെയൊക്കെ അങ്ങ് അഭിനയിക്കുകയാണ്. കാലൊന്നും ഉറയ്ക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയൊക്കെ ജീപ്പിൻ്റെ ബോണറ്റിൽ തലവെച്ചും കാലുവെച്ചും ഒക്കെ അങ്ങ് സംസാരിക്കുകയാണ്. അതുകൊണ്ട് എവിടെ വെച്ച് കണ്ടു ചോദിക്കുമ്പോൾ ഇവിടുത്തെ കളക്ടറാണെന്ന് പറയുന്നുണ്ട്. അതിന് കളക്ടറല്ലേ നമ്മൾ നേരത്തെ കണ്ടത്, വേറൊരു തേജസ്വിനിയല്ലേ വന്നത്, ഏട്ടത്തിയമ്മ അല്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം സകല പ്രതാപത്തോടും കൂടി കളക്ടർ വണ്ടിയിൽ ഞാൻ ശാലിനി വ്യക്തമായിട്ട് കണ്ടതാണെന്ന് പറയുമ്പോൾ ആശാൻ നേരത്തെ ഫിറ്റൊന്നും അല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു വഴക്ക് പറയുന്നുണ്ട് കമലിനെ. തുടർന്ന് പറയുകയാണ്, ഞാൻ കണ്ടതാണ്, ശാലിനി അടുത്തേക്ക് വരുമ്പോൾ എൻ്റെ നെഞ്ചെങ്ങനെ വലുതായിട്ട് തുടിക്കുന്നുണ്ട്, ആ കളക്ടറേറ്റിലും എല്ലായിടത്തും ഞാനത് അനുഭവിച്ചതാണ്. ഇത്രയും കാലം എൻ്റെ ഹൃദയം ചത്ത് കിടക്കുകയായിരുന്നു. അന്ന് അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും എൻ്റെ ഹോട്ടലിന് സ്റ്റേ ഓർഡർ തന്നതും ഒക്കെ ശാലിനിയാണ്. ശാലിനിയെ തന്നെയാണ് അമ്മ ക്ഷണിച്ചതും ഹോട്ടലിലേക്ക് ക്ഷണിച്ചതും എന്നൊക്കെ പറയുമ്പോൾ പക്ഷേ വന്നത് തേജസ്വിനി അല്ലേ ചോദിക്കുകയാണ്. അന്നേരം അവിടെയാണ് പ്രശ്നം, അയാൾ എന്തിനാണ് എന്നിൽ നിന്നും മറഞ്ഞു നിൽക്കുന്നത്, ഞാൻ അയാളെ കണ്ടുപിടിക്കുക തന്നെ ചെയ്യുമെന്നൊക്കെ പറയുകയാണ്. അന്നേരം അതിനൊരു വഴിയുണ്ട്, ആശാൻ കളക്ടറേറ്റിൽ പോകാമായിരുന്നില്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാൻ അവിടെ നിന്നാണ് വന്നത്, പക്ഷെ അവിടെ ചെന്നപ്പോഴും തേജസ്വിനിയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. എങ്കിൽ പിന്നെ വേറൊരു വഴിയുണ്ട്, ആശാൻ നേരെ ശാരദാമ്മയുടെ വീട്ടിലേക്ക് പോയാൽ പോരെ, കുറച്ച് എണ്ണ അടിച്ച് വണ്ടി ഓടണമെന്നല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ വിഷ്ണുവിന് പെട്ടെന്ന് അതൊരു നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നുകയാണ്. തുടർന്ന് വിഷ്ണു പെട്ടെന്ന് അങ്ങ് വണ്ടി എടുക്കുന്നുണ്ട്. അന്നേരം എങ്ങോട്ടാന്ന് ചോദിക്കുമ്പോൾ ശാരദാമ്മയുടെ വീട്ടിലേക്കെന്ന് പറയുകയാണെങ്കിൽ ഞാനും വരാമെന്ന് പറയുമ്പോൾ നിന്നെ ഈ കണ്ടീഷനിൽ കൊണ്ടുപോയാൽ ശരിയായില്ല എന്ന് പറയുകയാണ്. അപ്പോൾ എന്നെ ഇവിടെ കളഞ്ഞിട്ട് പോവുകയാണ്, എവിടെയെങ്കിലും ആക്കിയിട്ട് പോകുമെന്ന് പറയുമ്പോൾ നീ ഒരു ഓട്ടോ പിടിച്ച് പോടാന്ന് പറഞ്ഞിട്ട് വിഷ്ണു വണ്ടി എടുത്തങ്ങ് പോവുകയാണ്. അന്നേരം എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു, ഇനിയിപ്പോൾ ആശാൻ എണ്ണ അടിച്ച് അവിടം വരെ പോകേണ്ട ആവശ്യമുണ്ടോ, അവിടെയുള്ള ആരോടെങ്കിലും ഫോൺ വിളിച്ചൊന്ന് ചോദിച്ചാൽ പോരെ എന്നൊക്കെ പറഞ്ഞ് തലയൊക്കെ ഇങ്ങനെ കൊട്ടുകയും അങ്ങ് വെളിവില്ലാതെ അങ്ങ് കമല അവിടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങ് നടക്കുകയാണ്. ഇതേസമയം ശാരദാമ്മയുടെ വീട്ടിൽ കളക്ടറെ കാണാനായിട്ട് ഒരുപാട് പേര് പരാതിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അവർക്കൊക്കെ ശാന്ത ചായയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അകത്താണെങ്കിൽ വിധവാ പെൻഷന് വേണ്ടി അതൊക്കെ ശരിയാക്കാനായിട്ട് ഒരു സ്ത്രീ വന്നു നിൽക്കുകയാണ്. അന്നേരം മേയർക്ക് പണം കൊടുത്താൽ കാര്യം നടക്കുമെന്ന് പറഞ്ഞു. കുറേ സർട്ടിഫിക്കറ്റൊക്കെ ചോദിച്ചു, എല്ലാം ഞാൻ റെഡിയാക്കി കൊടുത്തു. കഴുത്തി കിടന്ന താലിമാല വിറ്റിട്ടാണ് മേയർക്ക് പണം കൊടുത്തത്. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനോ സ്കൂളിൽ പറഞ്ഞു വിടാനോ കാശില്ല എന്നൊക്കെ പറയുമ്പോൾ ശാലിനി ചോദിക്കുന്നുണ്ട്, അപ്പം മേയർക്ക് പണം കൊടുത്തിട്ടും കാര്യം നടന്നില്ല അല്ലേ, കുറച്ച് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുണ്ട്, അത് ഉദ്യോഗസ്ഥർ മെനക്കെട്ടാലേ നടക്കുകയുള്ളൂ എന്നൊക്കെ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം അനുപല്ലവി അടുത്ത് നിന്നെല്ലാം കേട്ടുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. തുടർന്ന് ശാലിനിയാണെങ്കിൽ അത് ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് തൻ്റെ പേഴ്സിൽ നിന്നും കുറച്ച് പൈസ എടുത്ത് അവർക്ക് കൊടുക്കുകയാണ്. അന്നേരം ഒന്നും വേണ്ടാന്ന് പറയുമ്പോൾ ഇത് കളക്ടർ തരുന്നതല്ല, ശാലിനി തരുന്നതാണ്, കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാനാണെന്ന് പറഞ്ഞ് അവരുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. അന്നേരം അവരാണെങ്കിൽ എഴുന്നേറ്റിട്ട് ശാലിനിയുടെ ഇങ്ങനെ കാല് പിടിക്കാൻ പോവുകയാണ്. അന്നേരം അച്ഛനമ്മ ദൈവം ഇവരുടെയൊക്കെ കാല് മാത്രമേ പിടിക്കാൻ പാടുള്ളൂ, ബാക്കി എല്ലാവരോടും സ്നേഹം മാത്രമേ പാടുള്ളൂ, എല്ലാം ശരിയാവും പൊയ്ക്കോളാനായിട്ട് പറയുകയാണ്. തുടർന്ന് ഓരോരുത്തരെയായിട്ട് വിളിക്കുന്നുണ്ട്. അവരുടെ തീർപ്പുകളൊക്കെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം നിർദ്ദേശിക്കുകയാണ് ശാലിനി അവിടെ. തുടർന്ന് കമലിനാണെങ്കിൽ അവിടെ ഒന്നും പോയിട്ടില്ല, അവിടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അന്നേരം ആശാൻ എന്തിനാ ഫോൺ വിളിച്ച് ചോദിക്കുന്നത്, എനിക്ക് അങ്ങോട്ട് ഫോൺ വിളിച്ച് ചോദിച്ചാൽ അറിയാമല്ലോ എന്ന് പറഞ്ഞിട്ട് പോക്കറ്റിൽ നിന്ന് ഫോണൊക്കെ തപ്പിയെടുക്കുകയാണ്. എന്നിട്ട് അവളുടെ പേരെന്താ, ശാന്ത, ആ ശാന്തയെ തന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് കമലൻ ശാന്തയെ ഫോൺ ചെയ്യുകയാണ്. അന്നേരം ശാന്ത എല്ലാം ചോദിക്കുമ്പോൾ അത് ആരാൻ ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാൻ കമലിനാണെന്ന് പറയുമ്പോൾ ശാന്തയ്ക്ക് ആദ്യം മനസ്സിലാവുന്നില്ല. അന്നേരം വിഷ്ണു ആശാൻ്റെ കൂടെ നിങ്ങളുടെ ഹോട്ടലിലൊക്കെ വന്നിട്ടുണ്ട്, ആ കമലിനാണെന്ന് പറയുമ്പോൾ കമലിൻ്റെ മുഖം ഇങ്ങനെ ശാന്ത ഇങ്ങനെ ഓർത്തെടുക്കുകയാണ്. അന്നേരം എന്തിനാ വിളിച്ചത്, നിങ്ങളുടെ
നിങ്ങളുടെ കയ്യിൽ എൻ്റെ നമ്പർ എങ്ങനെ വന്നു എന്ന് ചോദിക്കുമ്പോൾ ആശാനും ഏട്ടത്തിയമ്മയും തമ്മിൽ ലവ് ആയപ്പോൾ ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നതാണ്, എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാമല്ലോ എന്ന് കരുതിയിട്ട്. ഇപ്പോൾ ആവശ്യം വന്നല്ലോ, ഞാൻ എന്തൊരു ബുദ്ധിമാനാണെന്ന് നോക്കിയെന്നൊക്കെ പറഞ്ഞ് നല്ലൊരു കുടിയനായിട്ട് തകർത്ത് കമൽ അവിടെ അഭിനയിക്കുകയാണ്. തുടർന്ന് ചോദിക്കുന്നുണ്ട്, എന്തിനാ നിങ്ങളിപ്പോൾ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഏട്ടത്തിയമ്മ തിരിച്ചു വന്നോ ചോദിക്കുകയാണ്. അന്നേരം ഒരു നിമിഷം ഒന്ന് ശാന്ത ഞെട്ടുകയാണ്. എന്നിട്ട് അകത്തേക്കൊക്കെ നോക്കുന്നുണ്ട്. അകത്ത് ശാലിനിയുണ്ട്, പുറത്തെ കളക്ടറെ കാണാൻ വന്ന ആളുകളുണ്ട്, കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ, കളക്ടർ വണ്ടിയൊക്കെ കിടപ്പുണ്ട്. അന്നേരം ഇനി പറ്റിക്കാനൊന്നും നോക്കണ്ട, ഏട്ടത്തിയമ്മ തിരിച്ചു വന്നു എന്നും ഇവിടുത്തെ കളക്ടറാണെന്നും ആശാന് മനസ്സിലാക്കി കഴിഞ്ഞു. ഒരു കാര്യത്തിന് ഒരു ഫംഗ്ഷന് വിളിച്ചപ്പോൾ ആള് മാറി വന്ന് പറ്റിച്ചു, പക്ഷേ ഇനി പറ്റിക്കാനായിട്ട് സാധിക്കില്ല. ആശാൻ കയ്യോടെ പിടിക്കും, ആശാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെ കയ്യോടെ പിടിക്കും എന്നൊക്കെ പറഞ്ഞില്ല കുടിയനെ പോലെ ഒരു കാര്യം തന്നെ ഒരു 3-4 വട്ടമൊക്കെ അങ്ങ് പറയുകയാണ്. അന്നേരം ശാന്ത അങ്ങ് ഒരു നിമിഷം അന്തം വിട്ട് നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ വിഷ്ണു അങ്ങോട്ട് വരുന്നുണ്ട്, ശാലിനിയെ കണ്ടുപിടിക്കും എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ. അന്നേരം ഇന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, ആശാൻ വന്നുകൊണ്ടിരിക്കുകയാണെന്നിങ്ങനെ കമലം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ശാന്ത ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നതുമായിട്ടാണ് കാണിക്കുന്നത്. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വിഷ്ണു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇനി കമലൻ വിളിച്ച് ശാന്തയെ വിവരം അറിയിച്ചത് കൊണ്ട് ഇനി ശാലിനി അവിടെ നിന്ന് മാറുമോ എന്നുള്ളതും ബാക്കി എന്താണ് എന്നുള്ളതുമൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക്